35 കോടി രൂപ മുതൽ മുടക്കിൽ മലയാളത്തിലെ മാസ്റ്റർ ഡയറക്ടർ ജയരാജിന്റെ സംവിധാനത്തിൽ വന്ന ചിത്രമാണ് വീരം. ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന നാടകത്തെ ആധാരമാക്കിയെടുത്ത ചിത്രത്തിന് മലയാളികളുടെ തന്നെ വടക്കൻ പാട്ടിന്റെ കാലം പറയുന്നു. ജയരാജിന്റെ നവരസം പരമ്പരയിലെ 5ാമത്തെ ചിത്രമായി വീരം നിർമ്മിച്ചിരിക്കുന്നത് ചന്ദ്രമോഹൻ പിള്ള, പ്രദീപ് രാജൻ എന്നിവർ ചേർന്നാണ്. കലാമൂല്യം എന്നതിനേക്കാൾ ടെക്നിക്കൽ പെർഫെക്ഷൻ മുൻനിർത്തിയാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. ബോളിവുഡ് താരം കുനാൽ കപൂർ ഇളന്തല്ലൂർ മഠത്തിലെ ചന്തു ആയപ്പോൾ ഉണ്ണിയാർച്ചയായി ഹിമാർഷ വെങ്കട്സ്വാമിയും കുട്ടിമാളുവായി ദിവാന ഠാക്കൂറും മറ്റു പ്രധാന കഥാപാത്രങ്ങളായി. ശിവജിത്ത് നമ്പ്യാർ, സതീഷ് മേനോൻ, ഗോപൻ മാവേലിക്കര, ബിലാസ് നായർ, ആരൺ തുടങ്ങിയവരാണ് സ്ക്രീനിൽ നിറഞ്ഞ മറ്റു കഥാപാത്രങ്ങളായവർ. മലയാളികൾക്ക് സ്ഥിരം പരിചിതരായ ആരും തന്നെ സ്ക്രീനിലില്ല. പ്രതിഭകളുടെ ഒരു സംഗമം തന്നെയാണ് വീരത്തിന്റെ അണിയറയിലും. ഓസ്കാർ അവാർഡ് ജേതാവായ ട്രെഫർ പ്രോഡാണ് മേക്കപ്പ് മാൻ. അലൻ പോപ്പിൽട്ടനാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. റവനൻ, ടൈറ്റാനിക് തുടങ്ങിയ ചിത്രങ്ങളുടെ കളറിസ്റ്റായി പ്രവർത്തിച്ച ജെഫ് ഒലം, ഹാൻസ് സിമ്മറിന്റെ അസോസിയേറ്റായ സംഗീത സംവിധായകൻ ജെഫ് റോണ എന്നിവരും ഈ ചിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എസ് കുമാറാണ് ക്യാമറ കൈകാര്യം ചെയ്തത്. മലയാളികൾ കേട്ടു വളർന്ന വടക്കൻ പാട്ടിലെ ചതിയൻ ചന്തുവിന്റെ കഥയെ അതുപോലെ തന്നെ അവതരിപ്പിക്കുകയാണ് സംവിധായകൻ. ആ കാലഘട്ടത്തിലെ വീറും വാശിയും നിറഞ്ഞ അങ്കത്തട്ടുകൾ വീരത്തിൽ വീണ്ടും കഥ പറയുന്നു. അഭിനയത്തിൽ കുനാൽ കപൂർ, ദിവാന ഠാക്കൂർ എന്നിവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. കഥ നമുക്കറിയാവുന്നത് തന്നെയാണെങ്കിലും വീരം മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ അവതരണത്തിലെ ടെക്നിക്കൽ പെർഫെക്ഷനിലാണ്. ഗംഭീരമായ ഫ്രെയിംസ്, മികച്ച ശബ്ദമിശ്രണം, ചിത്രത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തല സംഗീതം എന്നിവ വീരത്തെ ഒരു മികച്ച വിഷ്വൽ ട്രീറ്റ് ആക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. വാളും ചുരികയും നിറഞ്ഞു ചേകവന്മാർ അംഗം വെട്ടുന്ന സീനുകൾ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. ആദ്യത്തെ ഗാനവും വളരെ മികച്ചു നിന്നു. കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കുമുള്ള യാത്ര നോക്കിയാൽ ജയരാജിന്റെ മുന്നേ വന്ന മികച്ച പല ചിത്രങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വീരം താഴെയാണ്. സ്വാർത്ഥത നിറഞ്ഞ ജീവിതവും അധികാരത്തിലേക്കുള്ള യാത്രയും അതിനിടയിൽ കൊല്ലും കൊലയും സന്തത സഹചാരിയാകുന്നതും പിന്നീട് കർമ്മങ്ങൾ തന്നെ വേട്ടയാടുന്നതുമായ കഥ. ചടുലമായി നീങ്ങിയ ആദ്യ പകുതിയും കുറ്റബോധത്തിന്റെയും നിലനിൽപ്പിന്റെയും കഥ പറഞ്ഞ് അല്പം മുഷിപ്പിച്ചതുമായ 2ാം പകുതിയും. നമ്മുടെ തന്നെ വടക്കൻ പാട്ടിനെ അധികരിച്ച് സിനിമയാക്കിയപ്പോൾ അതിനെ മാക്ബത്തിന്റെ അഡാപ്റ്റേഷനായി സംവിധായകൻ പറയുമ്പോൾ തീർച്ചയായും വിയോജിപ്പ്. 2 കഥകളുടെയും കാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ശ്രദ്ധിക്കേണ്ടതാണ്. തിയേറ്ററിൽ മികച്ചൊരു ദൃശ്യാനുഭവത്തിന് ധൈര്യമായി ടിക്കറ്റ് എടുക്കുക. ഒരിക്കലും നിരാശരാകില്ല. വടക്കൻ പാട്ടുകളുടെ ലോകത്തേക്ക് ചിത്രം നിങ്ങളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇരുമ്പാണി തട്ടി അയച്ചിട്ട് മുളയാണിയിട്ട് മുറുക്കി പൊൻകാരം തേച്ച് വിളക്കണം. നിങ്ങൾക്കും ഈ ചിത്രത്തെ വിലയിരുത്താം. അതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സിനിബി. മൂവി ബൈറ്റിൻ്റെ സിനിമാ റിവ്യൂകൾ നിങ്ങൾക്ക് സിനിബിയിലും കാണാം. സിനിബിയിൽ ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 75. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.